എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ഒരു വ്യക്തിയെ ഓർത്ത് ഒന്ന് തിരഞ്ഞെടുക്കുക. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായി പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇഷ്ടമാണ്. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. വലിയ തരത്തിലുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം ആഗ്രഹിക്കുന്നു. വലിയ തരത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടം എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് തുറന്നു പറയാനും ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും പവിത്രമായ ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത്. അത് ആ വ്യക്തി തിരിച്ചറിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ഇഷ്ടം ഒരിക്കലും ആ വ്യക്തിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മുതൽ ഇത്രയും കാലത്തെ പോലെ അല്ല. നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ ശക്തി വളരെയധികം ശക്തിയോടെ, ആർജവത്തോടെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കോരിയിടുകയാണ്. ഈ നിമിഷം മുതൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്തത്ര നിങ്ങളോട് ഇഷ്ടമുണ്ടാകും, നിങ്ങളോട് അടുപ്പമുണ്ടാകും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് ആ ഇഷ്ടത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ആ ഇഷ്ടം നിങ്ങൾക്കൊരിക്കലും മാറ്റിമറിക്കാൻ കഴിയില്ല. ആ ഇഷ്ടം നിങ്ങൾക്കൊരിക്കലും തട്ടിക്കളയാൻ കഴിയില്ല. നിങ്ങളുടെ ആ ഇഷ്ടത്തിൻ്റെ ആ ലെവല്, നിങ്ങളുടെ ആ ഇഷ്ടത്തിൻ്റെ ആ ഒരു സമീപനം അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമുണ്ടാവില്ല ജീവിതത്തിൽ. നിങ്ങൾക്കൊരിക്കലും ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക്, പവിത്രമായ ആ സ്നേഹം നിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കും. ആർക്കും അത് തടയാൻ കഴിയില്ല. ഇനി മുതൽ ആർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ഇഷ്ടത്തെ, സ്നേഹത്തെ തകർക്കാൻ കഴിയില്ല. അത്രത്തോളം ശക്തിയിൽ, വളരെ പോസിറ്റീവ് എനർജിയിൽ ആ സ്നേഹം കടന്നു പോകുന്നു. നിങ്ങളെ തച്ചുടക്കാനോ തകർക്കാനോ കഴിയാത്ത രീതിയിൽ, നിങ്ങളെ തകർക്കാൻ കഴിയാത്ത രീതിയിൽ, നിങ്ങളെ നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആ സ്നേഹം എന്നെന്നും ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകും. അതിൻ്റെ അലയൊലികൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആ വ്യക്തി നൽകും. നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങൾക്കൊരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വ്യക്തിയെ. രണ്ടാമത്തെ ഫയല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ഈ പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് ഇനി പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരിക്കുമെന്ന്. നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി അവഗണിക്കില്ല എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ചിലർ അവിടെ കടന്നു വന്നു. അവർ നിങ്ങളുടെ വ്യക്തിയെ വലിയ സ്വാധീനം കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായി. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എനിക്ക് ലഭിക്കുന്നില്ല? ഞാൻ ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും, ഞാൻ ഇത്രയധികം ഇഷ്ടപ്പെട്ടിട്ടും എൻ്റെ വ്യക്തിയുടെ സ്നേഹം എനിക്കെന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഞാൻ ആ സ്നേഹത്തിന് ഒരുപാട് യോഗ്യനായിരുന്നു. എന്നിട്ടും എനിക്കെന്തുകൊണ്ട് ആ സ്നേഹം അവഗണിക്കപ്പെട്ടു? അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അവഗണിക്കപ്പെടുന്നു? എന്തുകൊണ്ട് നിങ്ങളെ ആ വ്യക്തി അവഗണിക്കുന്നു? നിങ്ങൾ ഒരുപാട് ഇഷ്ടം, സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടും എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ള ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട്. പലപ്പോഴും ചിലർ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ അകറ്റാനായിട്ട് ബോധപൂർവം ശ്രമിച്ചു. അവരുടെ ബോധപൂർവമായ ശ്രമങ്ങൾ നിങ്ങളുടെ പ്രണയത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കെതിരെ പല നീക്കങ്ങളും അവർ നടത്തി. നിങ്ങളെ ആ വ്യക്തിയുടെ മുമ്പിൽ മോശമാക്കാനും, നിങ്ങളെ ആ വ്യക്തിയുടെ മുമ്പിൽ ടാറടിച്ച് കാണിക്കാനും, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ അവർ ശ്രമിച്ചു. പക്ഷെ അത് നിങ്ങൾക്ക് തകർച്ചയായില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ പോയി. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന്
രക്ഷ നേടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. ആ പ്രതിസന്ധിയും ആ പ്രശ്നങ്ങളും നിങ്ങൾക്കൊന്നുമല്ലാത്ത രീതിയിലാകാൻ പോകുന്നു. നിങ്ങളുടെ പോസിറ്റീവ് എനർജി വരുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട, ഒരിക്കൽ തകർന്നു പോയ ആ പ്രണയം, ആ ഇഷ്ടം ആ വ്യക്തിക്ക് വീണ്ടും ഉണ്ടാകുന്നു. ആ വ്യക്തി ആ ഇഷ്ടത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് ആ സ്നേഹം നിങ്ങൾക്ക് വാരിക്കോരി നൽകാൻ സഹായിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്കത് നിഷേധിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ദുഃഖം, നിങ്ങളുടെ ശക്തി ശരിക്കും അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശക്തിയിൽ വിളിച്ച് പോസിറ്റീവായിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി നിങ്ങൾ ഒരുപാട് രാത്രികളിൽ കരഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെ മറ്റൊരു കൂട്ടർ തട്ടിയെടുത്തു, തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയി. അതിൻ്റെ വേദനയും വിഷമവും ദുഃഖവും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതെല്ലാം മാറുകയാണ്. ആ പോസിറ്റീവ് എനർജി നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.